അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ആലിം സുഹൃത്തുക്കളെ, മദീന പ്രണയ പ്രപഞ്ചം എന്ന വിഷയത്തിൽ ചർച്ചകളെടുക്കുമ്പോൾ ജീവിതം തീരാത്തതാണ് മദീനയുടെ മഹത്വം എന്നുള്ളത്. ولد في مكة فكرمها وهاجر إلى المدينة فنورها وسكن القلوب فطهرها صلى الله عليه وسلم وسلموا تسليما. പ്രിയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിക്കപ്പെട്ടപ്പോൾ മക്ക പൗരുഷമായി, മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീന പ്രകാശപൂരിതമായി. അർത്ഥവത്തായ വാചകം പോലെ മദീന വിശ്വാസി മാനസ കൊട്ടാരത്തിലെ പ്രമഭാജനമാകുന്നത് ഖുത്ബത്തുൽ ഖുദറാഇന്റെ ചുവട്ടിൽ അന്തിറങ്ങുന്നതുകൊണ്ടാണ്. ആദ്യം സ്വലാത്തിൻ പേമാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടിയേറ്റി മദീനയെ പ്രണയിക്കണം. പ്രിയരെ, നാം മനസ്സിലാക്കണം, ഈ പ്രപഞ്ചമാകമാനം സ്നേഹം എന്ന വികാരത്താൽ ചുറ്റപ്പെട്ടതാണ്. ലോകത്തിലുള്ള വസ്തു പോലും ചലിക്കുന്നത് സ്നേഹം എന്ന വികാരത്താൽ ഉത്ഭവിക്കുന്നതാണ്. ഒന്നിനോടുള്ള സ്നേഹപ്രകടനത്താലാണ് ഉണ്ടായിത്തീരുന്നത്. എന്നാൽ മുഅ്മിനീന്റെ പ്രണയം മദീനയുടെ രാജാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിരിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ഒരു വസ്തു പോലും ചലിക്കുമായിരുന്നില്ല. ഭുവനവാനങ്ങളുടെ അഭിനിധാനമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയരെ, മുൻഗാമികളായ മഹത്തുക്കളുടെ അനിർവചനീയമായ ഇഷ്ക് ചരിത്രങ്ങൾ നമുക്ക് മുന്നിൽ പരന്നു കിടക്കുന്നു. ഇഷ്ക് മനസ്സിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ്, ഉണ്ടാക്കി തീർക്കുന്നതല്ല. ഇഷ്ക് മനസ്സിന്റെ സ്ഥലകാല സന്ദർഭത്തിനനുസരിച്ച് രൂപങ്ങൾ കൊടുക്കൽ അപ്രാപ്യമാണ്. മഹാന്മാരുടെ ഇഷ്കിന്റെ രീതികൾ പലതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ മദീന വിട്ടു പോകില്ലെന്ന് പറഞ്ഞത് വേറൊരു സ്വഹാബിയാണ്. നബിയില്ലാത്ത മണ്ണിൽ നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് മറ്റൊരു സ്വഹാബിയാണ്. അവരുടെ ഹുബ് അങ്ങനെയായിരുന്നു. സ്വശരീരത്തെ ആക്രമിക്കൽ അപ്രാപ്യമാണ്. നക്ഷത്രതുല്യരായ സ്വഹാബത്തിനെ പിൻപറ്റിയാൽ സന്മാർഗത്തിലാകുമെന്ന് തിരുനബി പഠിപ്പിച്ചിട്ട് അസ്വഹാബി വര്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഇരുന്നാത്രം ചൊയ്ന്നെടുത്തു. അതൊരു ഹുബ്ബാണ്. സഞ്ചാരവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചാരവേളയിൽ മരച്ചില്ലകൾ കാരണം ഒരു സ്ഥലത്ത് തലകൊലിച്ചതിനാൽ പിന്നീട് അതേ സ്ഥലത്തിലൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചപ്പോൾ മരമില്ലായിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ അവിടെ യാത്ര ചെയ്തു. പ്രിയരെ, മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബുസരി ഇമാം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എല്ലാം കുത്തിവെച്ച ശകലങ്ങൾ വെറും ഒരു അക്ഷരക്കൂട്ടങ്ങളായിരുന്നില്ല. മദീനയെ മുന്നിൽ കണ്ട് മനാമിൽ തിരുമുത്തിനെ സന്ദർശിച്ച് എഴുതിയതാണ്. അങ്ങനെ വരികൾ കൊണ്ടും ജീവിതം കൊണ്ടും മദീനയെ പ്രപഞ്ചമാക്കിയ തിരുനബി സജീരത്തോടെ ജീവിതം ധാരാളമാണ്. തിരുസീറകൾ വായിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതുവഴി ഹുബിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അഹുബിനാലാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. പ്രിയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭുവനമാനങ്ങളുടെ അഭിനിധാനമാകുമ്പോൾ നാം സമ്മതിക്കുന്ന എല്ലാ വസ്തുക്കളിലും പ്രമഭാജനം ഉണ്ടാകും. നാം സമ്മതിക്കുന്ന എല്ലാ വസ്തുക്കളിലും പ്രമഭാജനമാകുന്നു. 14 നൂറ്റാണ്ട് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് സങ്കടപ്പെടുന്നതിന് പകരം സാക്ഷി മുഹമ്മദ് പ്രഭുവിന്റെ സാമീപ്യമുണ്ടെന്ന വിശ്വാസത്താലാകണം. നമ്മുടെ ജീവിതം അത്തരവണത്തിൽ നബിയായാൽ അതിരുദൂതരെ പറയാനും പുകഴ്ത്താനും കുറച്ചു സമയം
മാറ്റിവെച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? പ്രിയരെ, മദീനയിലേക്ക് പോവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ബറ കാണാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ.